ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന തമിഴിൽ നിന്ന് നമുക്കൊരു പുതിയ പടത്തിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. സർദാർ 2, അതായത് കാർത്തിയുടെ ഏറ്റവും പുതിയ സിനിമയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് സർദാർ, അത് ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ കണ്ടതാണ്. എനിക്ക് ആ സിനിമ ഒരു ഓക്കെ ഫിലിമാണ്. ഞാൻ ആ സിനിമ കണ്ടുകൊണ്ട് കുറച്ച് ഉറങ്ങിപ്പോയി. ബിക്കോസ് എനിക്ക് കുറച്ച് ബോറിംഗ് എന്നല്ല, എന്താ പറയുക, ആ സിനിമ എന്നാൽ KGF-ൻ്റെയൊക്കെ അതെല്ലാം കഴിഞ്ഞ് വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ഇതാ. അപ്പോൾ ആ സിനിമയ്ക്ക് ഈ എഡിറ്റിങ്ങിൽ വളരെ വേഗത്തിൽ ഈ പടം കട്ട് ചെയ്ത് ഭയങ്കര ഫാസ്റ്റിലാണ് പടം പോണേ. അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവുന്നുമില്ല. അതിനകത്ത് ഇന്നാൻ പറ്റുന്നില്ല പടത്തിൽ. ഞാൻ കണ്ടിട്ടില്ല. പടത്തിൽ ഇന്നാൻ പറ്റുന്നില്ല. എനിക്ക് പടത്തിൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഫ്ലാഷ് ബാക്ക് പോർഷൻസ് രസമുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് എൻജോയ് ചെയ്തു. പക്ഷേ പടം മൊത്തത്തിൽ എനിക്കൊരു ആവറേജ് ഫിലിമായിട്ട് തോന്നിയിട്ടുള്ളൂ. അതിന് സെക്കൻഡ് പാർട്ട് വരുമെന്ന് അവർ ഫസ്റ്റ് പാർട്ട് തന്നെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച മറ്റേ യൂഷ്വൽ സെക്കൻഡ് പാർട്ട് കഥയിൽ അങ്ങനെ തീരുമാനിക്കുന്നു. പക്ഷേ ഇത് ശരിക്കും സെക്കൻഡ് പാർട്ട് വന്നു ഗൈസ്. അപ്പോൾ നമുക്കതിൻ്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നുമില്ല നമുക്ക്. കാര്യം ഫസ്റ്റ് പടം നമുക്ക് അത്ര വലിയ വർക്കാവാത്ത പടമായതുകൊണ്ട് തന്നെ നമുക്കതിന് ടീസർ കാണാം. ആക്ഷൻ പടമാണോ? അതെ എസ്പിനോസ് ത്രില്ലർ. സൂര്യ മാളവിക അപ്പൻ പിള്ളை ഡബിൾ റോൾ. AI തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോഴും അല്ലേ? ടോം ക്രൂസ്. അതെ, എസ്പിനോസ് ത്രില്ലറാണല്ലോ. മെറ്റ പടം. പൊക്ക് വെടി പടക്കം അത് തന്നെ. രജിഷ വിജയനാണ് അമ്മയുടെ പേര്. കാർത്തി അച്ഛൻ കാർത്തി എൻ്റെ കാര്യത്തിൽ വിളിച്ചാണ്. സ്കോപ്പ് മാറി കണ്ട. CS മിത്രൻ, സാംസിയസ് മ്യൂസിക്. ഇതൊന്നും അറിയില്ല. ബഹളമാണല്ലേ? അതെ. ഇപ്പോൾ ഈ ടീസറിൽ നിങ്ങളൊരല്പം സൈലൻസ് കേട്ടോ? ഇല്ലല്ലോ. ഇത് അവസ്ഥയായിരുന്നു സാധാരണ ഫസ്റ്റ് പാട്ട്. ഭയങ്കര സൗണ്ടും മറ്റേ ആ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഏതാ കാതടപ്പിക്കുന്ന മ്യൂസിക്കും ഫുള്ളിങ്ങനെ സൈലൻസ് ഇല്ല. പടം ഭയങ്കര ബഹളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ കപ്പ് ഓഫ് ടീ അല്ല. പക്ഷേ തിയേറ്ററിൽ പോയി കാണും നമ്മൾ. എനിക്ക് സങ്കടം കാർത്തി ഓർത്തിട്ടാണ്. അതെ, പാവപ്പെട്ട മനുഷ്യന്, ഒരു കഴിവുള്ള മനുഷ്യന്. പക്ഷേ കാർത്തിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ അച്ഛൻ വേഷം ചെയ്യാനായിരിക്കും. അപ്പം ഫസ്റ്റ് പാട്ട് സൈലന്റ് പരിപാടി ആയിരിക്കും അല്ലേ? ആ ക്യാരക്ടറിന് ഒരുപാട് ബഹളം. അതായത് അച്ഛൻ ക്യാരക്ടർ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ളൊരു സ്പൈ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ആ ഒരു ലൈനിലാണ് പുള്ളി. അപ്പോൾ അതിനകത്ത് ഒരുപാട് ലെസ് ഡയലോഗ്സ് മോർ ആക്ഷൻ ലൈനാണ് പുള്ളി. ഇതിനകത്ത് മറ്റേ ഒരു പോർഷനിൽ ഈ പഴയ ജീപ്പും പഴയ തോക്കും ഒക്കെ കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അതാണോ അച്ഛൻ്റെ? അതായിരിക്കണം. മാളവിക മോഹനെ കാണിക്കുന്നത്. മാളവിക മോഹൻ അച്ഛൻ്റെ ഇതല്ല, പുതിയതാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ആ പഴയ കഥ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഫസ്റ്റ് പാർട്ടിലായിരുന്നു അതുണ്ടായിരുന്നത്. ഇതിനകത്ത് അത് എത്രത്തോളം ഉണ്ടാവും അതിൻ്റെ ഇതുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ അച്ഛനും മകനും കൂടെ ചേർന്നുകൊണ്ട് പുതിയ വില്ലനെ തേടി പോവാണ്. അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. എനിക്ക് അറിയില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആ പടം കണ്ടിട്ട് അന്ന് ഇറങ്ങിയ സമയത്ത് കണ്ട, പിന്നെ കണ്ടിട്ടേ ഇല്ല. എനിക്ക് അത് കാരണം അന്ന് ആ സിനിമയിലൊരു നമ്മുടെ ജയിലിൽ അഭിനയിച്ചൊരു പയ്യനില്ലേ, മകനായിട്ട് കൊച്ചുമകനായിട്ട് അഭിനയിച്ചു. ആ പയ്യൻ ഈ പടത്തിൽ സർദാർ 2 ഉണ്ടായിരുന്നു, ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചു പയ്യനും ഈ അച്ഛൻ കാർത്തിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ അന്ന് കുറച്ച് ഫണ്ണിയായിരുന്നു. ആ പയ്യൻ്റെ കുറച്ച് ഡയലോഗുകളൊക്കെ അതിനകത്ത് കുറച്ച് ഫണ്ണുണ്ടായിരുന്നു അന്ന്. അത് ചിലർക്ക് കുറച്ച് അസഹനീയമായിരുന്നു. എനിക്കത് ഇടയ്ക്ക് കുറച്ച് അസഹനീയമായിരുന്നെങ്കിലും ചിലതൊക്കെ വർക്കാവും നമുക്ക് അങ്ങനെ. അത് അതിനകത്ത് ആക്ഷൻ സീക്വൻസ് ഒക്കെ കുറച്ച് രസമുണ്ട്. ഈ എസ്പെഷ്യലി ഈ കാർത്തിയുടെ ഒരു ജയിലൊരു സീക്വൻസ് ഒക്കെ രസമുണ്ടായിരുന്നു. അങ്ങനെ ഒരു മിക്സ്ഡ് ഫിലിമാണ്. നമുക്ക് വേണം ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിമാണ്. സെയിം ഡയറക്ടറാണോ? സെയിം ഡയറക്ടറാണ്. സോ അപ്പം അതുകൊണ്ട് സെപ്റ്റംബർ 10 റിലീസാണ്. അധികം സംസാരിക്കാനില്ല, പടം വരട്ടെ. ഇത് നമ്മൾ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും. അപ്പോൾ കാർത്തിയുടെ ലാസ്റ്റ് റിലീസ് ഏതായിരുന്നു?
നീഴകം കഴിഞ്ഞിട്ട് പിന്നെ ഇത് പടം മറ്റേ ആ ഒരു MGR ആയിട്ടൊക്കെ നമ്മുടെ വാവാത്തിയാർ അതും കാണാൻ പോയി. തിയേറ്ററിൽ പോയിട്ട് എനിക്കത് ഞാനും തിയേറ്ററിൽ പോയി കണ്ടു. ഒരു കുറച്ച് നളൻ കുമാരസ്വാമിയോടുള്ള ഒരു ഇഷ്ടത്തിൽ പോയി കണ്ടതാണ്. അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ സംഭവം ഒരു ഉണ്ടെങ്കിൽ രസകരമായ സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ പ്രോഡക്റ്റ് കുറച്ച് ഡള്ള് പടമാണ്. ഡൽ പടം. സോ അപ്പോൾ നമ്മൾ സർദാർ 2 വരട്ടെ, ഡെഫിനറ്റ്ലി അതും കാണുന്നതായിരിക്കും. എന്നിട്ട് നമുക്കൊരു ഇനിയിപ്പോൾ ട്രെയിലർ വരും. ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ ഇത് ടീച്ചറായിരുന്നു. ടീച്ചറാണ്. ട്രെയിലർ വരുമ്പോൾ കുറച്ചുകൂടെ ബഹളം ഇല്ലാത്തൊരു കട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുമായിരിക്കും. അല്ല മനസ്സിലാക്കാനും മാത്രം ഒന്നുമില്ല, അത് ജസ്റ്റ് ഒരു എന്റർടൈൻ എൻ്റർടൈൻമെൻറ്റ്. ഇത് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ തോന്നുന്നു.